ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിലേക്കുള്ള തൻ്റെ ആഗമനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തു. ആ സ്ത്രീയോട് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം അരുളിച്ചെയ്യുന്ന അരുളപ്പാടുകളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറി എന്ന് പറയുന്ന സ്ത്രീയെ ദൂതൻ വന്ദന ചെയ്തു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. മറി ആശ്ചര്യപ്പെട്ടുവെങ്കിലും തുടർന്ന് ഗബ്രിയേൽ ദൂതൻ വെളിപ്പെടുത്തുന്നത്, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. അപ്പോൾ മറിയോട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, നിന്നിൽ ഉരുവാകും, നീ അവന് ജന്മം നൽകും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ വിളിക്കപ്പെടും. അതുമാത്രമല്ല, ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, മനുഷ്യനായി ജനിച്ചവൻ. അവൻ്റെ രാജ്യം നിലനിൽക്കുന്നു, അതൊരിക്കലും തകർന്നു പോകുകയില്ല. അവൻ എന്നേക്കും രാജാവായിട്ട് വാഴും. ഭൂമിയിലേക്ക് രാജാവായിട്ട് ഒരു ശിശുവായിട്ട് ജനിച്ച് വളർന്നു എങ്കിലും ലോകം രാജാവായിട്ട് അംഗീകരിച്ചില്ല. എന്നാൽ കർത്താവ് രാജാവാണ്, രാജാതി രാജാവാണ്. അവൻ്റെ രാജ്യം നിലനിൽക്കുന്ന രാജ്യമാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവനിരുന്ന് വാഴും. ആ കർത്താവിൽ ഇന്ന് ദിവസം നമുക്ക് ആശ്രയിക്കാം, ശരണപ്പെടാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.